ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുനസ് സ്മാർട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വളരെ ഈസി ആയിട്ട് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. അതിനായി നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് താഴെ കാണുന്ന കെ സ്മാർട്ടിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കെ സ്മാർട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. കെ സ്മാർട്ടിൽ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗിൻ ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഡിക്ലറേഷൻ വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ തുടരണമെങ്കിൽ ML എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷിലാണ് മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് EN എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന നെയിം എന്ന കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ നെയിം റിഫ്ലക്റ്റ് ആവുന്നതാണ്. എന്നിട്ട് രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഗ്രീൻ കളറിൽ രജിസ്റ്റർ വിത്ത് ആധാർ വാസ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഫിൽ ചെയ്ത് ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, ഇമെയിൽ ID എല്ലാം ഫിൽ ചെയ്ത് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിൽ ഗ്രീൻ കളറിൽ ഡാറ്റ ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ കെ സ്മാർട്ടിൻ്റെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ന്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബർത്ത് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയുന്നതാണ്. ഇതിൽ നിന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ആൻഡ് ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ കഴിയും, നോർമൽ സെർച്ച് അതുപോലെ തന്നെ സ്മാർട്ട് സെർച്ച്. സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിവിടെ നോർമൽ സെർച്ച് വഴിയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ ജനനം ഏത് ജില്ലയിൽ വെച്ചിട്ടാണ് ആ ജില്ല ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോക്കൽ ബോഡി, നിങ്ങൾ മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്താണോ, നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ളതാണ് അതിനിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി അഥവാ പഞ്ചായത്ത് ഏതാണോ അത് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി അഥവാ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബർത്ത് ഡേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മദറിൻ്റെ നെയിം ഇംഗ്ലീഷിൽ ഫിൽ ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ മുകളിൽ വലതുഭാഗത്ത് ഡീറ്റെയിൽസ് ഫെച്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. എന്നിട്ട് ആക്ഷൻ എന്നതിൻ്റെ താഴെയുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസിയായി ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.